കല്ലുമ്മക്കായ കൊണ്ടുവന്ന് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകാം. കല്ലുമ്മക്കായ റോസ്റ്റ്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിന് മുകളിൽ അഴുക്കൊക്കെ ഉണ്ടാവും. ഇതാദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് ഇതിനെ പൊളിച്ചെടുക്കാം. കുറേ പണിയുണ്ട് സംഭവം. ആദ്യം കത്തി കൊണ്ട് നമ്മൾ ഇതാക്കിയിട്ട് നമ്മൾ പാത്രങ്ങളുടെ ചകിരിയൊക്കെ ഇട്ടിട്ട് തുടച്ചാൽ ഇതാവും. ഇത് കട്ട് ചെയ്തെടുക്കണം. ഈ സാധനമാണ് ഈ പാറപ്പുറത്തൊക്കെ പിടിച്ചിരിക്കുന്നത്. അതിന് ക്ലീൻ ചെയ്യുമ്പോൾ ഇനി ഒന്നുകൂടെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഭയങ്കര കളിയാണ്. സംഗതി സിമ്പിളാണ്, പക്ഷെ ആദ്യം ഒന്ന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനൊന്ന് കഴുകിയെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചുകൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒക്കെ ഒന്ന് ഈ ഇത് പിളർന്ന് വരും രണ്ടായിട്ട്. ഇത് അടുപ്പത്ത് വെക്കാം. അടച്ചു വെക്കാം. വെച്ച് കുറച്ച് നേരമായി. ഇത് തുറന്ന് നോക്കാം. തുറക്കണേ ഉള്ളൂ, തുറന്ന് വരുന്നേ ഉള്ളൂ. ഇതാണ് തുറന്ന് വരുന്നുണ്ടോ? അപ്പോൾ എല്ലാം ഒന്ന് കുറച്ച് തുറക്കും. ഏകദേശം എല്ലാം തുറന്നിട്ടുണ്ട്. നമുക്ക് മതി. ഇത് എടുക്കാം, ഇറക്കി വയ്ക്കാം. നമുക്കിത് പൊളിക്കാം. അത് പൊളിക്കാൻ വലിയ പാടത്തില്ല. ഒന്ന് അങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. അത് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് പിടുത്തമുണ്ടാവും. അവിടെ നമുക്ക് ഇതിൻ്റെ ഈ മൂടിട്ട് കുത്തിയെടുത്ത് ഇതുപോലെ വരും. ഇതിനകത്ത് അതിൻ്റെ പിടിച്ചു നിൽക്കാനുള്ള ബ്രഷാണ്. ഇത് പതുക്കെ വലിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകു വശത്തായിട്ട് ഇവിടെ ഒരു സാധനമുണ്ട്. ഈ നാരോട് കൂടി എടുക്കണം. ഇതൊരു നാരാണ്, ഇതെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടുത്തെ കുറച്ച് വേസ്റ്റാണ്. വേസ്റ്റും കളഞ്ഞാൽ സംഗതി ഉഷാറായി. ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇതിനെടുക്കുക, ഇതിനിങ്ങനെ പൊളിക്കുക. ശേഷം ഇതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഒരു ചെറിയ പിടുത്തം ഉണ്ടാവും. അങ്ങനെ ഞമണ്ടിയാൽ ആ പിടുത്തം വിടും. ഇതിനകത്ത് ഇവിടെ ചിലപ്പോൾ അതിൻ്റെ ബ്രഷ് ഉണ്ടാവും. ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയുക. അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതോടെ കുറച്ച് വേസ്റ്റ് ഉണ്ടാവില്ല. വേസ്റ്റും ഇതോടെ ഒരു നാരുമുണ്ട്. അതും എടുത്ത് കളയുക. ഈ വേസ്റ്റ് ഈ കുറച്ച് ഭാഗം നമുക്ക് പിച്ചി കളയാം. സംഗതി അടിപൊളിയായി. നമ്മളത് 10 കിലോ വാങ്ങിച്ചാണ്. ഒരു 3 കിലോ കിട്ടും വിചാരിച്ചാൽ അത്ര ഇല്ല. 2-2.5 കിലോ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഇനി കുറച്ചേ ഉള്ളൂ നേരെയൊക്കെ. ഒന്നുകൂടെ കഴുകിയെടുക്കണം. മൂന്ന് നാല് തവണ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് മാരിനേഷൻ ചെയ്ത് വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്. ഒരു അരമണിക്കൂർ മാരിനേഷൻ ചെയ്ത് വെക്കണം. അപ്പോഴേ ശരിക്കും ഉപ്പൊക്കെ അതിൽ പിടിക്കുള്ളൂ.
അവിടെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ ഇരുന്നാൽ സംഗതി ഉപ്പും മുളകൊക്കെ നല്ലപോലെ പിടിക്കും. അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു ചട്ടി വെച്ച് നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ റെഡിയാക്കി എടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്. നല്ല മണം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടപ്പം. ഇനി കുറച്ച് പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇടില്ല, നമുക്ക് കുറച്ച് ലാസ്റ്റ് വേണം. കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പതിൽ മാരിനേഷനെ വിട്ടാണ്, അപ്പോൾ കൂടുതലിടരുത്. ഒന്ന് വാടി തട്ടെ. ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വന്നിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് അതിൻ്റെ മെയിൻ സാധനം. ഇത് കുറച്ച് മല്ലിപ്പൊടി, ഒരുപാട് വേണം. മല്ലി ഒന്ന് മൂത്ത് വരാനാണ് ഇവിടെ ഉള്ളത്. ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കല്ലുമ്മക്കായ. അപ്പോൾ നമ്മുടെ ഇത് റെഡിയായിട്ട് നമുക്കിത് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. നമ്മൾ ചട്ടി മാറ്റില്ല, ഇതിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ മസാലയിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കാത്തത്. ഇതൊന്ന് വെന്ത് വരട്ടത്. ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഡ്രൈ ഫ്രൈ ആകട്ടെ, എന്നിട്ട് നമുക്ക് ഡ്രൈ ആകട്ടെ. എന്നിട്ട് നമുക്ക് ആ മസാല കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ചിരുന്ന് നമുക്ക് ഈ മസാല ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ സംഭവം റെഡി. ഇപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കുക. ഇപ്പോൾ പോരെങ്കിൽ ലേശം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നുകൂടെ ഡ്രൈ ആയാൽ നമ്മുടെ കല്ലുമ്മക്കായ റെഡി. ഇപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അല്ല സംഗതിയൊക്കെ കൂടി ആയപ്പോൾ അത് അറിയുന്നില്ല കല്ലുമ്മക്കായ, പക്ഷെ സംഗതിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് ഇറക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇറക്കി വയ്ക്കാം. മതി. അടിപൊളി. നമ്മളെ കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. നമ്മൾ പൊറോട്ടയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ദോശയോ പൊറോട്ടയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റും. ആ, നല്ല കുരുമുളക് ഇട്ട് എന്താ മണം.
കുട്ടികൾക്കോട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ദോശയാണ്, അടിപൊളി. നല്ല ഒച്ചത്തിൽ പറയും. സംഗതി നല്ല അടിപൊളി, നല്ല അടിപൊളി സംഭവം. ഏതാ ജി? സൂപ്പറായിട്ടാ. ഇവിടെ ഏകദേശം ഉള്ളവർക്ക് കല്ലുമ്മക്കായ ആദ്യമായിട്ട് കഴിക്കണം ആളുകൾ. നല്ല ശരിക്കും പറഞ്ഞാൽ ചുട്ട ദോശ, ചൂടോടെ ദോശ കിട്ടണം. അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. സൂപ്പറായിട്ടുണ്ട്. അതെ, മോനാട്ടം പറഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? മോനാട്ടം കഴിച്ചിട്ടുണ്ടോ? നേരത്തെ കഴിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടല്ലേ? എങ്ങനെയുണ്ട് ആദ്യത്തെ അനുഭവം? കുഴപ്പമില്ല, സൂപ്പറായിട്ടുണ്ട്. ആ, നമ്മൾ വിചാരിച്ചതിനേക്കാളും ഉണ്ടാ? ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇവർക്ക് കണ്ടപ്പോൾ ആദ്യം എന്തോ ഒരു നമ്മുടെ പാലക്കാട് ഭാഗത്ത് വളരെ കുറവായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ കല്ലുമ്മക്കായൊക്കെ. അവർ കണ്ടപ്പോൾ ആദ്യം എന്തോ ഒരു ഇതുപോലെ തോന്നിയാണ്. പക്ഷെ അവർ തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. എന്നാലും എനിക്കറിയാം, ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ടേസ്റ്റ് എനിക്കറിയാം. അടിപൊളി. അടിപൊളി. അയ്യോ, സംഗതി പൊറോട്ട തീർന്നു. പൊറോട്ട കുറഞ്ഞു പോയി തോന്നുന്നു. പക്ഷെ പൊറോട്ട ഒന്നും വേണ്ട, ശരിക്കും ഡ്രൈ ആയിട്ട് കഴിക്കാനുള്ളത്. അതൊരു അടിപൊളി പരിപാടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതിന് മുന്നൊരു വേറൊരു സ്റ്റൈലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വേറൊരു സ്റ്റൈലിൽ ഉണ്ടാക്കണം. അതായത് നല്ല അടിപൊളി റെസിപ്പിയാണ് അല്ലേ? അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്ന് കീടിലൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും. എന്തായാലും അടിപൊളി സംഭവമാണ്, സൂപ്പർ സംഭവമാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ.